ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഗർഭിണിയായ ദളിത് യുവതിയുടെ വീട് കയറിയ RSS ആക്രമണം. അഞ്ജലി, സഹോദരന്മാരായ അജിത്, അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. 20ഓളം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ. വിവരങ്ങളുമായി അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? ഈ 20 പേർ ആരൊക്കെയാണ്? ആര്യ, ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മലമുകളിന് സമീപമാണ് ഈ ആക്രമണം നടക്കുന്നത്. ഈ യുവതി അഞ്ജലി എന്ന് പറയുന്ന യുവതി താമസിച്ചു വരുന്ന വീട് കയറിയാണ് 20ഓളം വരുന്ന RSS ഗുണ്ടകൾ ഈ ആക്രമണം നടത്തിയത്. ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ അഞ്ജലി കണ്ടില്ലേ, ചക്കയല്ല താമര, താമരയല്ല ചക്ക. കണ്ടോ, ഇത് മുസ്ലിങ്ങൾക്ക് എന്നല്ല, ഒരു മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും കിട്ടൂല ഇവരെ കൊണ്ട്. നരഭോജിയുള്ള സ്വഭാവമായിക്കണം ഇവർക്ക്. ഇവരെ സംസ്ഥാനത്തിലേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആക്കാം എന്നുള്ളതാണ് ഇവരുടെ ഇത്. ഇതിനൊക്കെ നല്ല എന്താ അറിയോ, നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക, തല്ലിക്കൊല്ലണം നാട്ടുകാർ. അപ്പോഴേ മനസ്സിലാവുള്ളൂ. ജനങ്ങൾ കൂടി നിന്ന് തല്ലിക്കൊല്ലണം, നിയമത്തിന് കൊടുക്കാതെ കൊല്ലണം. എന്നാൽ പിന്നെ നാളെ മുതൽ ഇവർ വേറൊരാളെ ഉപദ്രവിക്കാൻ പോകില്ല. കാരണം ദളിതർ എന്ന് പറഞ്ഞപ്പോൾ ഇവർ മുദ്ര കുത്തിക്കഴിഞ്ഞു. താഴ്ന്ന ജാതി, കീഴ് ജാതി, മേൽജാതി, എന്ത് ജാതി? മനുഷ്യജാതിയേ ഉള്ളൂ, അത് മതി. നിങ്ങൾ കുറേ ടീമിനായിട്ട് ഇറക്കിയിട്ടില്ലേ? ചക്കയല്ല താമര, താമര. അവരെന്ത് ഈ റോഡ് ഷോ കാണിച്ചിട്ട് അവരെ കൊണ്ടൊന്നും നടക്കൂല. നമ്മളെ കൂടെ സംസാരിക്കാനോ ഇതിനൊന്നും സംസാരിക്കാൻ നടക്കൂല. അങ്ങനത്തെ ടീമുകളല്ല അവർ, അതിൽ പെട്ടതുമല്ല അവർ. നമുക്ക് വേണ്ടത് ഇവിടെ നമ്മുടെ കേരളം ഉണ്ടല്ലോ, ഇടതും വലതും ഭരിച്ചാൽ മതി. അതാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ VD സതീശൻ സാറും അവരുടെ ടീമും സംസാരിച്ചിട്ട് ഇന്നത് വേണമെന്ന് അപ്പോൾ അത് അവർ വരുത്തുക ചെയ്യുക, കൊണ്ടുവരിക ചെയ്യുക. ഇനിയിപ്പോൾ അവരാണ് ഭരിക്കുന്നത്, UDF ആണ് ഭരിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ശക്തമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയോ, ശരിക്കും കേരളം ഈ കോൺഗ്രസ് ഭരിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ കുളിര് കയറുന്ന ഒരാളുണ്ടായിരുന്നു. ആൾ മരിച്ചുപോയി. നല്ലൊരു മനുഷ്യനാണ്. ആരറിയത്? VS അച്യുതാനന്ദൻ സാർ, സഖാവ്. അതൊരു സഖാവാണ്. അതൊരു ഒന്നൊന്നര മുതലാണ്. അതിനെ പറയുമ്പോൾ 1000 നാവാം എല്ലാവർക്കും. കാരണം മൂപ്പര പ്രതികരണത്തിൽ അതാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോഴേ നമുക്ക് ആ പേര് ഓർമ്മ വരുള്ളൂ. അത്രയും സ്ട്രോങ് ആയിരുന്നത്. അതുപോലെ തന്നെ ഇവർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ട വികസനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യും. ഒരിക്കലും ഇവർ പറയുന്നില്ല അവിടെ ഇതുപോലത്തെ ചുറ്റമ്പലുള്ള അമ്പലം വരുന്നോ, അല്ലെങ്കിൽ ഇതുള്ള പള്ളി വരുന്നോ, അല്ലെങ്കിൽ ചുറ്റുള്ള ചർച്ച് വരുന്നൊന്നും ഇവർ പറയുന്നില്ല. വേണ്ടത് ഇവിടെ ഹോസ്പിറ്റലുകൾ, കുട്ടികൾക്ക് പഠിക്കാൻ, വിവരമുള്ള സംഭവങ്ങൾ, വിദ്യാഭ്യാസം കിട്ടാൻ, അവരുയർന്ന നിലയിലെത്താനുള്ള സംഭവങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതാണ് നോക്കുന്നത്. നിങ്ങൾ എന്നാടോ ഈ BJP കാര്യങ്ങൾ നന്നാവുക? നിങ്ങളുള്ളതെല്ലാം നല്ല നല്ല പഠിപ്പുള്ള ആൾക്കാരെ. പക്ഷെ നിങ്ങൾ ഇതിലേക്ക് പോയിട്ട് നിങ്ങളെ തലയിൽ ചാണകം കയറിയതോ അതോ ചാണകം കയറിയിട്ട് നിങ്ങൾ പോയതോ? എന്താ നിങ്ങളെ അവസ്ഥ? ഇത് കേരളം മാറണമെങ്കിൽ നിങ്ങൾ കുറേ സമയമെടുക്കും. പക്ഷെ നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങളെ പിന്നാലെ കൂടിയിട്ടുള്ള മൊയന്തുകളില്ലേ, അവരെ നോക്കണ്ട. അവരുടെ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. പണ്ടൊരു മുതലാളി, ആ മുതലാളിക്കൊരു പണിക്കാരുണ്ടായിരുന്നു. ആ പണിക്കാരൻ എന്നും മുതലാളിയുടെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. ഈ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മൂത്ത മോൻ, ഒരേ ഒരു മോനേ ഉള്ളൂ, അവൻ്റെയാണ് ഇനി പിറ്റ കാലം അവനക്കാണ് ഈ മുതലും കാര്യങ്ങളൊക്കെ. പൊട്ടൻ അത് ചിന്തിച്ചില്ല നിങ്ങളെപ്പോലെ. അവനെന്ത് ചെയ്തു? അവനും ഇവരുടെ കൂടെ കൂടി. ഇവൻ്റെ കൂടെ കൂടിയിട്ട് ഇവന് പകുതി ഷെയർ ആക്കിയിട്ട് ഇങ്ങനെ ഇവൻ കൊണ്ടുപോയി അടിച്ചു പൊളിച്ച് ദൂർത്തടിച്ച് അപ്പുറത്ത് മുതലാളി ഇവിടെ ഇങ്ങനെ കുത്തനെ ഇരുന്നു. പണിക്കാരൻ കട്ടുകൊണ്ട് പോയേക്കാം. പണിക്കാരൻ അവിടെ വലിയ ആളായി, അതൊക്കെ ആളായി, അവ സെറ്റായി, ഇവർ ദാരിദ്ര്യരായി. എന്നാൽ ഈ അടിച്ചു മാറ്റിയ മോൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവനത് ദൂർത്തടിച്ചു വാപ്പാടെ തിഞ്ഞുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മുതലാളിയുടെ തിഞ്ഞുണ്ടല്ലോ എന്ന് വിചാരിച്ച്. അതേ അവസ്ഥയാണ് ഇപ്പം നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയപ്പോൾ നിങ്ങൾ ഒറ്റ കൊടുക്കണമാതിരി ഇവിടെ എല്ലാം പിടിച്ചു കൊടുത്ത് ഒരാൾക്ക് കൊടുത്തിട്ട് ഇപ്പോഴും അതിൻ്റെ സങ്കടം തീർന്നിട്ടില്ല. കഴിഞ്ഞ തവണ ഇപ്പോൾ പറഞ്ഞു മാറി നിൽക്കുക, കയ്യെല്ലാം അശുദ്ധമാക്കി, എന്തായത് അങ്ങോട്ട് മാറി നിന്ന് പറഞ്ഞാൽ മതി. ജനങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. കാരണം ജനങ്ങളുടെ ഉള്ളിലേക്ക് അത്ര ഇറങ്ങിച്ചെല്ലണം. അവർക്ക് വേണ്ടത് എന്താണെങ്കിൽ ചെയ്തു കൊടുക്കണം. അതിനാണ് ഓരോരുത്തരും ഓരോ വോട്ട് തന്നിട്ട് ക്യൂ നിന്നിട്ട് നിങ്ങൾക്ക് വോട്ട് കുത്തിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അവകാശം തന്നെയാണ്. ആ അവകാശം ഞങ്ങൾ ചോദിക്കും. അത് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ മാറി തട്ടിപ്പ് മാറ്റി അങ്ങോട്ട് പോ. ഇവിടെ വലിയ ജാതിക്കാരനും ചെറിയ ജാതിക്കാരനൊന്നും ഇല്ലടോ, മനുഷ്യരേ ഉള്ളൂ കേരളത്തിൽ. അങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കും.
അല്ല നിങ്ങൾ കൊണ്ടുവന്നിട്ട് കുറേ മറ്റേതുണ്ടാക്കല് നാറികള് നാണല്ലേ നിങ്ങൾ ഒരു കേരളത്തിൽ നടന്ന സംഭവം ഇത് എന്താ അവസ്ഥ